السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയൊരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ റമളാൻ നമ്മുടെ തൊട്ടടുത്ത് എത്തി. അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധമായ റമളാനിന്റെ ഒരു മുന്നൊരുക്കം എന്ന രൂപത്തിൽ വേണ്ട നസീഹത്തുകളും മറ്റും നൽകുവാനാണ് നമ്മെ ഇവിടെ വിളിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിലേക്ക് എല്ലാ തൗഫീഖോടുകൂടെയും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു എത്തിച്ച് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ബഹുമാന്യരായ നമ്മുടെ അസ്ഹരി പാറ ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ ഉപദേശങ്ങളും വേണ്ട നസീഹത്തുകളും അതിനുശേഷം നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായത് ഇവിടെ സന്നിഹിതരായ ആളുകൾക്ക് സ്വാഗതം നൽകുക എന്നതാണ്. ആദ്യമായി നമുക്ക് വേണ്ട നസീഹത്തുകൾ നൽകാൻ വേണ്ടി നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം എത്തിച്ചേർന്ന ബഹുമാന്യരായ അസ്ഹരി പാറ ഉസ്താദ് അവർകൾ, നമുക്ക് ദുആ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട NKS തങ്ങളുപ്പാപ്പ അവർകൾക്കും നമ്മുടെ മഹല്ല് പ്രസിഡന്റും നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമായ അബൂ സാഹിബ് അവർകൾക്കും സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട IP മൊയ്തീൻ ഹാജി അവർകൾക്കും മറ്റ് സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാർ, മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വങ്ങൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, എല്ലാവർക്കും ഈ മഹത്തായ സദസ്സിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തോടെ സിഹത്തോടെ അവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലും പൂർണ്ണ ആരോഗ്യത്തിലും ഇസ്സത്തിലും ഈമാനോടും തഖ്വയോടുകൂടി ജീവിക്കാനും ജീവിതം അവസാനിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി പരിശുദ്ധമായ കലിമ ചൊല്ലി മരിക്കാനും അല്ലാഹു നമുക്ക് ഈ സദസ്സുകളൊക്കെ കാരണമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ സ്ഥാപനം അതിന്റെ ഒരുപാട് വർക്കുകൾ ഇവിടെ നടന്നു. ഏവർക്കും അത് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ മുറ്റം, അതുപോലെ അതിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ
ഇന്റർലോക്ക് ചെയ്ത് കട്ടയിട്ടു. അതുപോലെ പെയിന്റിംഗ് നടന്നു. ആവശ്യമായ മേശകൾ, ബെഞ്ചുകൾ, അതിന്റെ വർക്കുകൾ നടന്നു. പെൺകുട്ടികളുടെ ടോയ്ലറ്റിന്റെ ഭാഗത്ത് ഒളൂ ചെയ്യാനും മറ്റും ഉള്ള സൗകര്യത്തിന് വേണ്ടി ടാപ്പുകൾ ഫിറ്റ് ചെയ്തു തുടങ്ങി. അതുപോലെ മുകളിൽ കുട്ടികൾ താഴേക്ക് ചാടാതിരിക്കാൻ വേണ്ടി അവിടെ ഭദ്രമാക്കി. ഒരുപാട് അങ്ങനെ തുടങ്ങി വലിയ ഒരു തുക വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതായി നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പിറകെ അതിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനൊക്കെ പണത്തിന്റെ ആവശ്യം നമുക്കൊക്കെ എവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളൊക്കെ നമ്മൾ എല്ലാ നിലക്കും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു രൂപ പോലും കടമില്ലാത്ത രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നാളെ നമുക്ക് ഉപകരിക്കുക. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ സർവ കർമ്മങ്ങൾ നിശ്ചലമായി പോകും. കുറച്ച് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തി. അതിൽ പെട്ടതാണ് നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് ഉപകരിക്കുന്ന വലിയൊരു കാര്യത്തിൽപ്പെട്ടാണ് സ്ഥായിയായ ജാരിയായ സ്വതഖ, ദാനധർമ്മം എന്നത്. ഇപ്പോൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനവുമായി സഹകരിച്ച, ഇതിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പലരും ഇന്ന് ഖബറിലാണ്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ് അവറുകൾ ദുആ ചെയ്യും. അവരുടെ ലിസ്റ്റൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വായിക്കും. അപ്പോ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഈ മഹൽ വ്യക്തിത്വങ്ങൾ, അവരെ ഖബറിൽ ഇതിനു വേണ്ടി ഒരു കല്ല് കൊടുത്തവർ, ഒരു രൂപ മുതൽ അതിനു മുകളിലേക്ക് നൽകിയ ആളുകളൊക്കെ അതിന്റെ ഫലം ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പോയ ആളുകൾ ആരും തിരിച്ചു വരാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. പക്ഷെ അതൊക്കെ അറിയുന്ന, അദൃശ്യമായ കാര്യങ്ങൾക്ക് അറിയുന്ന ഒരാൾ ഈ കാര്യങ്ങളൊക്കെ, അഥവാ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകൾ ഇതിന്റെ ഒക്കെ കുളിരും തണുപ്പും ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനു വേണ്ട എല്ലാ നിലക്കും നമ്മൾ സഹകരിക്കണം. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നതിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുക. അതിനു വേണ്ടി കൊടുത്താൽ അത് നാളേക്കുണ്ടാകും. ഒരു നെൽക്കതിർ അത് നമ്മൾ വയലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു നെല്ലല്ല അത് നമുക്ക് നൽകുന്നത്. അതേസമയം അത് വളർന്ന് വലുതായി ആയിരങ്ങൾ നെല്ലുകൾ നമുക്ക് നൽകുന്നത് പോലെ നമ്മൾ നാളേക്ക് വേണ്ടി ഒരു വിത്ത്, ഒരു രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ വലിയൊരു സംഖ്യ നമ്മൾ ദാനധർമ്മം ചെയ്താൽ തീർച്ചയായും അല്ലാഹു അത് വളർത്തും. വളർത്തി വളർത്തി നമുക്കത് നാളെ കാണാൻ കഴിയും. ആ രൂപത്തിലാണ് സ്വതഖ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഇന്ന് നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഒന്നും ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല. അങ്ങനെ ആരും കണക്ക് കൂട്ടണ്ട. നമ്മൾ ചെയ്താൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ പൂർവികരായ ആളുകൾ മക്കൾ തനിക്ക് വേണ്ടി ചെയ്യുമെന്ന ചിന്തയിലല്ല അവർ ഒന്നും ചെയ്തത്. താൻ ചെയ്താൽ അത് തനിക്കുണ്ടാകും, മക്കൾ ചെയ്തെങ്കിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാളേക്കുള്ള ഖബറിൽ വലിയ കുളിരും തണുപ്പും ഒക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി വലിയ സംഖ്യകൾ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മളിവിടെ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, വേണ്ടപ്പെട്ടവർ, അവരുടെ നാളേക്കുള്ള ഗുണത്തിന് വേണ്ടിയും നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലൽ അഹ്യാഉ ലഹലക്കത്തിൽ അംവാത്. ഒരു ഹദീസാണ്. ജീവിച്ചിരിക്കുന്നവർ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും ഇതുപോലെയുള്ള നാളേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹലക്കത്തിൽ അംവാത്, മരണപ്പെട്ടവരൊക്കെ ഹലാക്കാകുമായിരുന്നു. മരണപ്പെട്ടവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അപ്പോ അവരെ ആ വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജീവിച്ചിരിക്കുന്ന ആളുകളായി നമുക്ക് കഴിയും. അതിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, മറ്റു വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ വലിയ സുഖവും സന്തോഷം അനുഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി നാളെ ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ബഹുവന്യരായ നമ്മുടെ അസ്ഹരിപ്പാറ ഉസ്താദ് അവറുകൾ നമുക്കൊക്കെ സുപരിചിതനായ മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ സിഹത്തോടെ ദീനി ഖിദ്മയിലായി ഒരുപാട് കാലം ജീവിക്കാൻ അവർക്കും നമുക്കും നമ്മുടെ സ്ഥാപനത്തിന്റെയും മഹലിന്റെയും ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാലയളവിൽ ഈ സ്ഥാപനം ഉണ്ടായ അന്ന് മുതൽ ഉള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല ഇനിയും ഒരുപാട് നല്ല ആരോഗ്യത്തോടു കൂടിയ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. വഫാത്തായി പോയ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അഫ്വും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് വേണ്ട നസീഹത്ത് നൽകാൻ വേണ്ടി വന്യരായ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.